നമ്മുടെ വീട് ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന ആ ഒരു കാര്യമില്ലേ, അത് ഇഷ്ടത്തോടെ ചെയ്യുന്നവരാരൊക്കെയുണ്ട്? ചിലവർക്ക് കുക്കിംഗ് ആയിരിക്കും ഭയങ്കര ഇഷ്ടം അല്ലേ, ചിലവർക്ക് ക്ലീനിങ് ആയിരിക്കും ഇഷ്ടം. കുക്കിംഗ് തീരെ ഇഷ്ടമില്ലാണ്ട് ക്ലീനിങ് മാത്രം ചെയ്യുന്ന ഇഷ്ടത്തോടെ ചെയ്യുന്ന കുറേ ആൾക്കാരെ എനിക്കറിയാം കേട്ടോ. വീട് അടിച്ചു വാരി തുടച്ച് നല്ല വൃത്തിയാക്കി സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളിലൊന്നാണ് അല്ലേ. പക്ഷേങ്കിൽ ഈ ഡീപ്പ് ക്ലീനിങ് എന്ന് പറയുമ്പോൾ എല്ലാ കാര്യവും നമുക്കറിയാമല്ലോ, അത് മാസത്തിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ വീട് ആകെ പൊടി പിടിച്ച് അലങ്കോലായിട്ട് ഇരിക്കും. ചില വീടുകളിൽ പ്രത്യേകിച്ച് വയൽ ഏരിയാസിലൊക്കെ വീട് വെക്കുന്നവർക്ക് പൊടികൾ വേഗം പിടിക്കുന്നതായിട്ട് കാണാം. ഞങ്ങളുടെ വീടൊക്കെ എങ്ങനെയാണ്, വേഗം പൊടി ഉണ്ടാവും. പിന്നെ നമ്മുടെ മാറാല, അത് നമ്മൾ വണ്ണാമ്പില എന്നാണ് പറയാം, അത് ഒരുപാട് വേഗം പിടിക്കും. ഇത് എവിടുന്നാ ഇവരെ ഇതിങ്ങനെ വല കെട്ടുന്നതെന്ന് വിചാരിക്കും. കാരണം 2 ആഴ്ച മുന്നേ ആയിരിക്കും ഇത് തട്ടിയിട്ടുണ്ടാവുക. 2 ആഴ്ച കൂടുമ്പോൾ ജസ്റ്റ് മാറാല തട്ടും. പക്ഷേ അങ്ങനെ മാസത്തിൽ ഒരു ദിവസമാണ് ഈ ഒരു ജനലും കാര്യങ്ങളും ഒക്കെ നമ്മൾ തട്ടിയിട്ട് വൃത്തിയാക്കിയെടുക്കുക. ഇതിപ്പോൾ ഒരുപാട് ജനൽ ഈ വീടിനുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് സോഫയൊക്കെ നീക്കിയിട്ട് ഒന്ന് തുടച്ചെടുക്കുകയാണ്. അപ്പോൾ അടിയിലൊക്കെ നമ്മുടെ ഈ പല്ലിക്കാട്ടോ ഒക്കെ ഉണ്ടാവും. ഈ സോഫ നീക്കിയാലാണ് ഈ പല്ലിക്കാട്ടത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ കാണും. ഈ പല്ലിയും വണ്ണാനൊക്കെ ഇല്ലാണ്ടിരിക്കാൻ എന്താ ചെയ്യാന്ന് വിചാരിക്കും ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന ദിവസങ്ങളിൽ. പിന്നെ നമ്മുടെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഈ ക്ലീനിങ്ങിന് ഇറങ്ങുമ്പോൾ നമ്മൾ ഭയങ്കര ടയേർഡായിരിക്കും കേട്ടോ. അപ്പം ഇങ്ങനെ നമ്മൾ ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന ദിവസം കുറച്ച് മുന്നേ പ്ലാൻ ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു വീട് ഫുള്ള് നമുക്ക് വൃത്തിയാക്കാൻ പറ്റില്ല എങ്കിൽ, അതായത് കുക്കിങ്ങിന് ശേഷമാണ് നമ്മളിതിന് ഇറങ്ങുന്നത് എങ്കിൽ ഓരോരോ ഏരിയാസ് ആയിട്ട് വൃത്തിയാക്കി എടുക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ആകെ ക്ഷീണിച്ചു പോകും. അല്ലെങ്കിൽ നമ്മൾ കുക്കിംഗ് ആ ദിവസം ചെയ്യാണ്ട് നിൽക്കുക. എന്തെങ്കിലും ഫുഡ് നമ്മൾ എന്തെങ്കിലും തട്ടിക്കൂട്ടിയിട്ടോ അല്ലെങ്കിൽ പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ചിട്ടോ അങ്ങനെയായിട്ട് ചെയ്തിട്ട് നമ്മൾ ഒരു ദിവസം ഫുൾ ക്ലീനിങ്ങിന് ഇറങ്ങിയാൽ നമുക്ക് ഓക്കെ ആയിരിക്കും. വീട്ടിലുള്ള ഡെക്കറേറ്റീവ് ഐറ്റംസും മറ്റും കൂടുമ്പോഴും നമ്മുടെ പണിയും കൂടും കേട്ടോ. അപ്പോൾ വീടെടുക്കുന്നവരൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം. ഈ വുഡൻ ഐറ്റംസ്, അതായത് ഈ വുഡൻ്റെ ജനലൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷേ അതിൻ്റെ ഇടയിലൊക്കെ പൊടി ഉണ്ടാവും. ഇവിടെ ഇപ്പോൾ അധികവും ഗുളികക്കാല് വെച്ചിട്ടാണ് ഓരോന്നും ചെയ്തിട്ടുള്ളത്. ഏത് ജനലാണെങ്കിലും നമ്മുടെ ടേബിളാണെങ്കിലും അതിനൊക്കെ ഈ ഗുളികക്കാല് വെച്ചിട്ടുണ്ട്. ഗുളികക്കാൽ എന്നാണ് നമ്മൾ പറയുക. ചെറിയത്, അതായത് അതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ പൊടി വന്നിട്ടുണ്ടാവും. ഡെയിലി നമുക്കിതൊന്നും തുടച്ച് വൃത്തിയാക്കാനൊന്നും സമയം ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ദിവസങ്ങളിലാണ് ഇതിൻ്റെ ഇടയിലൊക്കെയുള്ള പൊടികൾ നീക്കുന്നത്. അങ്ങനെ എല്ലാ ഏരിയയും ഒന്ന് തുടച്ചെടുക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ മെയിനായിട്ട് ഹോളാണ് ചെയ്യുന്നത്. ഹോളും പിന്നെ നമ്മുടെ വരാന്തയിലൊക്കെ ജനലും ഗ്ലാസ്സും ഒക്കെ തുടക്കുക എന്നാണ് ഇന്നത്തെ ഡ്യൂട്ടി. അതായത് ഉച്ചയ്ക്ക് ശേഷമാണ് ഇത് ചെയ്യുന്നത്. ഉച്ചവരെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ക്ലീനിങ് എന്ന് പറയുന്നത് ഇത് ചെയ്ത് കഴിഞ്ഞാലുള്ള മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ അത് അടിപൊളിയാണ്. നമ്മൾ തന്നെ ഇത് വൃത്തിയാക്കിയല്ലോ എന്നുള്ള ആ ഒരു ഫീലുണ്ട്. പിന്നെ ഇതാ ഈ ഒരു പെട്ടിയില്ലേ, ഇത് എൻ്റെ അച്ഛമ്മേൻ്റെ ഡ്രസ്സ് വെക്കുന്ന പെട്ടിയാണ്. അപ്പോൾ ഇത് മൊത്തം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നാക്കി എടുത്തിട്ട് നമ്മൾ ഹോളിൽ വെച്ചതാണ്. അതിൻ്റെ മേലെ കൃഷ്ണനെ വെച്ചിട്ടുണ്ട്. ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഉള്ളിൽ കുറച്ച് അറകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇതിപ്പോൾ നമ്മൾ ടേബിളൊക്കെ തുടക്കൂലേ രാവിലെ, അടിച്ചു വരുന്നതിന് മുന്നേ നമ്മൾ മേലേക്ക് ജസ്റ്റ് ഓരോന്ന് തുടക്കൂലേ, അപ്പോൾ ആ സമയത്ത് ഇത് ഡെയിലി തുടക്കും കേട്ടോ. പിന്നെ ഡെയിലി എന്തെങ്കിലും കിട്ടിയാലും നമ്മൾ വേഗം ഈ ഡ്രോയറിൻ്റെ ഉള്ളിലാണ് കൊണ്ടാക്കുക അല്ലേ. അപ്പോൾ നമ്മൾ മാത്രമല്ല വീട്ടിലുള്ള മറ്റുള്ളവരൊക്കെ എന്തെങ്കിലും അങ്ങ് ജസ്റ്റ് അതിലേക്ക് അങ്ങ് ഇടും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അതങ്ങ് നിറഞ്ഞിട്ട് പിന്നെ അത് തുറക്കാൻ പറ്റാത്ത അവസ്ഥയാവും. അപ്പോൾ ഇതും നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യണം. കഴിഞ്ഞുപോയ കല്യാണത്തിൻ്റെ കത്തുകളും പിന്നെ വേണ്ടാത്ത ഒരുപാട് സാധനങ്ങൾ അതിലുണ്ടാവും. അതെല്ലാം ഒന്ന് മാസത്തിലൊന്ന് ഒക്കെ ഒഴിവാക്കിയിട്ട് ഒന്ന് ചെക്ക് ചെയ്തിട്ട് വെക്കട്ടോ. ആ ഡ്രോയറൊക്കെ ഒന്ന് ഫ്രീ ആക്കിയിടുക. അങ്ങനെ ഈ ഡ്രോയേഴ്സിലുള്ള വേണ്ടാത്ത സാധനങ്ങളൊക്കെ പുറത്തേക്ക് ഇട്ടിട്ട് മൊത്തത്തിലൊന്ന് അടിച്ച് വരിയിടാണ്. ഇനിയിപ്പോൾ നെക്സ്റ്റ് പണി എന്ന് പറയുന്നത് ഈ വരാന്തയിലൊക്കെയുള്ള ഗ്ലാസ് തുടക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വീടിന് കുറേ ജനവാതിലുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഗ്ലാസ്സൊക്കെ ഒന്ന് തുടച്ചിട്ടാണ്. അപ്പോൾ മൊത്തം ഗ്ലാസ് ഇന്ന് തുടക്കുക, പിന്നെ ഹോള് വൃത്തിയാക്കുക. ഇതാണ് ഇന്നത്തെ എൻ്റെ പ്ലാനിങ്ങിൽ വരുന്നത്. അപ്പോൾ ഈ ഗ്ലാസ് തുടക്കാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ലിക്വിഡാണ്. ഈ ലിക്വിഡ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് വെള്ളത്തിൽ കുറച്ച് വിനാഗിരിയും ബേക്കിംഗ് സോഡയും കുറച്ച് പ്രില്ലും ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഗ്ലാസ്സൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ മൈക്രോ ഫൈബർ ക്ലോത്തില്ലേ, അത് യൂസ് ചെയ്താൽ നമുക്ക് നല്ലതായിരിക്കും. ഈ തുണിയിലെ പൊടി, അതായത് തുണിയിലെ നൂല് തിരിച്ചങ്ങോട്ട് ഗ്ലാസ്സിലേക്ക് പറ്റിപ്പിടിക്കില്ല. പിന്നെ നമ്മുടെ പണ്ട് നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്നത് ന്യൂസ് പേപ്പർ അല്ലേ, ന്യൂസ് പേപ്പറും സൂപ്പർബാണ്. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. നമുക്ക് ഈ വേറെ ജോലികളൊന്നും ഇല്ലെങ്കിൽ ഇതൊക്കെ നല്ലവണ്ണം എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഡീപ്പ് ക്ലീനിങ്ങിനൊക്കെ ഇറങ്ങുമ്പോൾ കുക്കിംഗ് കഴിഞ്ഞിട്ടാണ് ഇറങ്ങുന്നതെങ്കിൽ ഓരോരോ ഏരിയ ആയിട്ട് ചെയ്യാം കേട്ടോ. എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ദിവസം വരുമ്പോൾ വല്ലാത്തൊരു മടിയായിരിക്കും, നമുക്ക് ചെയ്യാനേ തോന്നില്ല. അപ്പോൾ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ഓരോരോ ഏരിയ ആയിട്ട് വൃത്തിയാക്കി എടുക്കാൻ നോക്കാം കേട്ടോ. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.